ഇസ്രായേലിൽ നിരവധിയായ മലയാളികൾ അടക്കം ഉള്ളവർ ഉണ്ട്. നേരത്തെ ഇസ്രായേൽ ഗാസ സംഘർഷ സമയത്തടക്കം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ നാട്ടിലേക്ക് മടങ്ങിയെത്താനൊന്നും ഒരു താല്പര്യവും കാണിച്ചിരുന്നില്ല. അവർ സുരക്ഷിതർ എന്ന ബോധ്യമുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൽ ഉള്ള മലയാളിയായിട്ടുള്ള രമ്യ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. രമ്യ, നിലവിലെ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു, ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. വലിയ തോതിൽ ഇറാൻ ഇസ്രായേലിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ സേഫായിട്ട് തുടരുകയാണോ? എന്തെങ്കിലും നിർദ്ദേശം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? ഓൾറെഡി നമ്മൾ ഇറാനെ ഫസ്റ്റ് അറ്റാക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരു 2:50 ഏർലി മോർണിംഗ് നമുക്ക് മെസ്സേജ് വന്നിരുന്നു, അലേർട്ട് ആയിരിക്കണം, എപ്പോ ആണെങ്കിലും അവിടെ നിന്ന് അറ്റാക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനുശേഷം രാവിലെ ഇന്നലെ 9 മണിക്ക് ആണ് അവിടുന്ന് 100 ഡ്രോൺ വിട്ടു എന്ന് പറഞ്ഞ് നമുക്ക് ഓൾറെഡി ഇൻഫോർമേഷൻ വന്നിരുന്നു, അലേർട്ട് ആവണമെന്ന് പറഞ്ഞ്. ഓൾറെഡി നമുക്ക് സൈറൻ ഇപ്പൊ അടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 10 മിനിറ്റ് മുമ്പ് നമുക്ക് ഇൻഫോർമേഷൻ തരും, നിങ്ങളുടെ ഏരിയയിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ. അപ്പൊ നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടും നമുക്ക് സേഫ്റ്റി റൂമിലേക്ക് പോകാനായിട്ട്. അപ്പൊ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ഫോളോ ചെയ്താൽ നമുക്ക് അതിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഈ തവണ നമുക്ക് രാത്രി അറ്റാക്ക് കൂടുതലായിരിക്കുമെന്ന് ഓൾറെഡി ഇൻഫോർമേഷൻ വന്നിരുന്നു. അതായത് ഇറാനിൽ നിന്നുള്ള അറ്റാക്ക് ഉണ്ടാകും, തിരിച്ചടി ഉണ്ടാകും, അതുകൊണ്ട് തന്നെ കരുതിയിരിക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അല്ലെ? നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. 9 മണി ആയപ്പോഴത്തേക്കും സൈറൻ വന്നു. അത് എമർജൻസി അലേർട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് തീവ്രമായ രീതിയിൽ വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു മെസ്സേജോടുകൂടിയാണ് വരുന്നത്. അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ ഓൾറെഡി താഴത്തോട്ട് പോയി. പക്ഷെ അവർ 2 ബാരേജ് ആയിട്ടായിരുന്നു റോക്കറ്റ് ബാലിസ്റ്റിക് മിസൈൽ വിട്ടായിരുന്നത്. ഫസ്റ്റ് സെക്ഷൻ തീർന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഇറങ്ങരുത്, ഇനി ഞങ്ങൾ ഒരു അറിയിപ്പ് ഉണ്ടാവണ വരെ സേഫ്റ്റി റൂമിൽ തന്നെ വേണമെന്നാണ് അവര് ഇൻഫോർമേഷൻ തന്നത്. ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡും കഴിഞ്ഞ് ഒരുപാട് ടൈം ഞങ്ങൾ സേഫ്റ്റി റൂമിൽ ഇരുന്നതിന് ശേഷമാണ് പുറത്തേക്ക് വന്നത്. ആ ടൈമിലാണ് അയൺ ഡോം ഇത് ചെയ്തെങ്കിലും അതില് നമുക്ക് ടെലവിലും റമഡ്ഗാനിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. കുറച്ചു പേർക്ക് പരിക്ക് പറ്റിയിരുന്നു, ഒരാൾ മരണപ്പെടുകയും ചെയ്തായിരുന്നു. ശരി. അവിടെ രമ്യ, നേരത്തെ ഈ ഗാസയുമായുള്ള സംഘർഷ സമയത്തടക്കം ഈ നഗരപ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്കോ ഒന്നും ഗാസയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വിമതരിൽ നിന്നോ ഒന്നുമുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഈ നഗരപ്രദേശങ്ങളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, ഇറാൻ ഇപ്പൊ അവര് ഫോക്കസ് ചെയ്യുന്നത് ജനവാസ മേഖലയെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്നിപ്പോ രാത്രി 1:30 വരെ, ഇന്ന് രാവിലെ 5 മണിക്ക് ശേഷം വന്നിരുന്നു. അതും ജനവാസ മേഖല. അത് നമുക്ക് റിഷോണിസോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ഒരുപാട് നാശനഷ്ടം വന്നിട്ടുണ്ട്. 2 പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും സാധാരണ രീതിയിൽ പരിക്കാണ് വന്നേക്കുന്നത്. ഒപ്പം ഈ സുരക്ഷിതമായി ഇരിക്കണമെന്ന് നിർദ്ദേശം നൽകുമ്പോൾ അവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ രീതി എന്നത്, അവിടെ ബിൽഡിംഗ് പെർമിഷനൊക്കെ ചില നിയന്ത്രണങ്ങൾ ഉണ്ട്. അത് സേഫ്റ്റിയെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്. അയൺ ഡോം എന്നത് എല്ലാ മേഖലകളിലുമുള്ള സംവിധാനമാണ്. ബങ്കറുകളും അങ്ങനെയല്ലേ? ഈ സുരക്ഷിതമായി, അതായത് ആക്രമണം ഉണ്ടായാൽ സുരക്ഷിതമാകാൻ ഉള്ള ഇടങ്ങൾ അത് എല്ലായിടത്തും തന്നെ സജ്ജമല്ലേ? അതെ, എല്ലായിടത്തും സജ്ജമാണ്. ചിലത് നമുക്ക് ഫ്ലാറ്റിന്റെ ആ വീട്ടിൽ തന്നെ ഓരോ ഫ്ലാറ്റിന്റെ ഇതിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട്. എനിക്കെന്ന് പറയുമ്പോൾ ഇവിടെ അണ്ടർഗ്രൗണ്ടിലാണ്. നമുക്ക് ഓൾറെഡി 10 മിനിറ്റ്സ് ബിഫോർ ഇൻഫോർമേഷൻ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇവരെ കൊണ്ട് താഴ്ത്തോട്ട് പോകും. അതിനുശേഷമാണ് നമുക്ക് സൈറൻ വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്കൊരു സേഫ് ടൈമിൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവനെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളും അവിടെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. യെസ്, അതാണ് വലിയ ആത്മവിശ്വാസം. നേരത്തെയും യുദ്ധസമാനമായ സാഹചര്യത്തിൽ മലയാളികൾ പുലർത്തിയിരുന്നു. ഒരു കാര്യം കൂടിയുള്ളത്, ഈ മലയാളികൾ തമ്മിലുള്ള ഒരു ആശയവിനിമയമൊക്കെ നടക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെ എവിടെ നിന്നെങ്കിലും റിപ്പോർട്ടുകളോ മറ്റോ മലയാളികളായിട്ടുള്ളവർ പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് ഇപ്പൊ സേഫ്റ്റി റൂമിന്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ വല്ലതും ഉണ്ടാണെങ്കിൽ ഓൾറെഡി ഇപ്പൊ ഫാമിലി തന്നെ അവരെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അവരവരുടെ സേഫ് പ്ലേസിലേക്ക് തന്നെ. നമുക്കങ്ങനെ അത്ര നമ്മൾ ആ പറഞ്ഞ ഇൻഫോർമേഷൻ അനുസരിച്ച് കറക്റ്റ് ഫോളോ ചെയ്ത വേറെ ഒന്നും നമുക്ക് പേടിക്കേണ്ട. ഫാമിലി നമുക്ക് സപ്പോർട്ടാണ്, ഗവൺമെന്റ് സപ്പോർട്ടാണ്. കറക്റ്റ് അതനുസരിച്ച് പോകണം. ആ ടൈമിൽ നമ്മൾ കയറണം. അവർ പറഞ്ഞതിന് ശേഷം മാത്രമേ പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പേടിക്കണ്ട. യെസ്, വേറെ കൂടുതൽ ഒരുക്കങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണം അങ്ങനെയുള്ള കരുതലുകൾ ഉണ്ടാകണം, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ? അതായത് കൂടുതൽ സമയം ഒരു പക്ഷേ ഈ ബങ്കറുകളിൽ തുടരേണ്ടി വന്നേക്കാം, അത്തരം നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ലഭിക്കാറുണ്ടോ? ഓൾറെഡി ഇപ്പൊ ഫാമിലി ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ അനുസരിച്ച് വേണ്ട മെഡിസിൻസ്, ഒരു ജോഡി ഡ്രസ്സ്, വെള്ളം, ലൈറ്റ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ബാഗിൽ വെച്ചിട്ടാണ് പോകുന്നത്. കാരണം എത്ര നേരം അവിടെ ഇരിക്കേണ്ട വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെയൊക്കെ 1.5 മണിക്കൂറോളം നമ്മൾ അവിടെ ഇരുന്നിരുന്നു.
ഈ ആശയവിനിമയ സംവിധാനങ്ങൾ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ? നമുക്ക് ആ സംഭവം കറക്റ്റ് റോക്കറ്റ് വന്ന് അതിനെ അടിച്ച് ഇത് ചെയ്യുന്ന ടൈമില് ചെറിയൊരു നെറ്റിന്റെ വിഷയം, പക്ഷെ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും. യെസ്, വളരെ നന്ദി രമ്യ. സുരക്ഷിതയായി തുടരുക. ഒപ്പം എല്ലാ മലയാളികളും സുരക്ഷിതമായി തന്നെ തുടരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രമ്യ സൂചിപ്പിക്കുന്നത് പോലെ അവിടുത്തെ ഭരണകൂടവും ഒപ്പം ജനങ്ങളുമൊക്കെ പുറത്തുനിന്നുള്ള ആളുകൾ, അതായത് മലയാളികൾ വിദേശ പൗരന്മാരാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ നല്ല സപ്പോർട്ട് ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാകാം ഒരു പക്ഷേ ഇത്തരം സമയങ്ങളിലൊന്നും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ തിരിച്ചു വരാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തത്. രമ്യയെ വീണ്ടും ബന്ധപ്പെടാം കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക്. മിഥുൻ, ഇതാണ് ഇസ്രായേലിലെ സാഹചര്യം. അതേസമയം ഇറാനിൽ വലിയ തോതിൽ ആക്രമണം നടത്തുന്നു ഇസ്രായേൽ എന്നുമാണല്ലോ റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ പ്രതിനിധി അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. 78 മരണം സ്ഥിരീകരിക്കുന്നു, അതിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട് എന്ന് ഇറാൻ പറയുന്നു. ഒപ്പം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ പറയുന്നുണ്ട്. 320 പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. അതിന് ഇസ്രായേലിൻ്റെ മറുപടി എന്നത് അത് തുടരുക തന്നെ ചെയ്യും, ആക്രമണം തുടരുക തന്നെ ചെയ്യും. കാരണം അവിടെ ആണവ കേന്ദ്രങ്ങൾ, തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്നു. ഞങ്ങളുടെ ജനതയ്ക്ക് സുരക്ഷിതത്വം നൽകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, അതുകൊണ്ട് തുടരും എന്നാണല്ലോ. അപ്പോൾ ഈ സംഘർഷത്തിന് ഏതെങ്കിലും തരത്തിൽ അയവ് വരുവാനുള്ള സാധ്യതയുണ്ടോ? അറബ് രാജ്യങ്ങളുടെ ഇടപെടൽ ഫലപ്രദമാകാൻ എത്രത്തോളം സാധ്യത കാണുന്നുണ്ട്? അഭിലാഷ്, അതായത് ഇനി സംഘർഷത്തിന് ഒരു അയവ് വരണമെങ്കിൽ നിലപാട് ഇറാൻ തന്നെ പ്രഖ്യാപിക്കണം. അതായത് ഈ ആണവ കരാറുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നടക്കമുള്ള ഒരു കാര്യം അത് സമ്മതിക്കണം ഇറാൻ. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു സംഘർഷ സാധ്യത ഒഴിവാകൂ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇറാൻ അതിനോടൊരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അമേരിക്ക 2 തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആദ്യം മുന്നറിയിപ്പ് നൽകുന്നത് ഈ 6ാം വട്ട ചർച്ചയ്ക്ക് മുന്നോടിയായിരുന്നു ട്രംപിന്റെ ആദ്യ മുന്നറിയിപ്പ് ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ട്രംപ് ആദ്യം മുന്നോട്ട് വെക്കുന്നു. അതിനുശേഷം ആ പ്രസ്താവന വന്ന് ഏകദേശം ഒരു മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ അറ്റാക്ക് ഇറാന് മേൽ ഉണ്ടാകുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് വീണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന വീണ്ടും വന്നു. അതൊരു മുന്നറിയിപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഭീഷണി എന്ന രീതിയിലായിരുന്നു അതിനെ നമുക്ക് വിശേഷിപ്പിക്കാനാകുന്നത്. കാരണം ഇനി ഈ ഒരു ഡീൽ ഉറപ്പിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അത് വളരെ വലുതായിരിക്കും. ഇറാൻ അനുഭവിക്കാൻ പോകുന്ന വലിയ ക്രൂരമായ ആക്രമണങ്ങൾക്കായിരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം അതിൽ പറഞ്ഞു വെക്കുന്നത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതും കൈവശമുള്ളതും അമേരിക്കയിലാണ്. എന്നാൽ ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം അത്തരത്തിലുള്ള ആയുധങ്ങൾ ഇസ്രായേലിന്റെ പക്കലുമുണ്ട്. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കുക, ഇത്തരത്തിൽ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകാൻ പോകും. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം പ്രസ്താവന വന്നത്. പക്ഷേ ഈ 2 പ്രസ്താവനകളോടും ഇതുവരെയും ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഖമനേയി